വെയിറ്റർ ഒന്നും ഉണ്ടാവില്ല. എന്തിനാ കിടന്ന് വിളിക്കുന്നത്? ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലാന്ന് വിചാരിച്ചോ? കുറെ കാലമായില്ലേ എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ? ഇതാ കണ്ടോ, സമാധാനത്തില് എന്നെ പോലെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കണം. ആരെങ്കിലും ആഹാരം കൊണ്ടുവാ. ഇതാ വരുന്നു, കുറച്ച് സമാധാനമായി ഇരിക്കൂ. ഇത്രയും പേര് ഒരുമിച്ച് വന്നാൽ ഞാൻ എങ്ങനെ സപ്ലൈ ചെയ്യും? അതെങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളടുത്ത് എന്താ ഉള്ളതെന്ന് ആദ്യം പറ. കത്രിക്ക സൂപ്പ്, ക്യാരറ്റ് സാമ്പാർ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ലേഡീസ് ഫിംഗർ ചിപ്സ്, കൊട്ടത്തേങ്ങ തോരൻ. ഇവ മെനു പറയണ ചീത്ത വിളിക്കണ. സിനിക്കെന്താ തോന്നുന്നു? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് ചീര സൂപ്പ് കൊണ്ട് തരുമോ? ഓ അത്രേ ഉള്ളൂ, അതിപ്പോ കൊണ്ടുവന്ന് തരാം. സൂക്ഷിക്കാം. ഇത് സൂപ്പാക്കിയാൻ കഴിച്ചാ മതി. അധിക പ്രസംഗം കാണിക്കരുത്. സൂപ്പ് ചോദിച്ചാൽ സൂപ്പ് കൊണ്ടുവരണം. സൂപ്പ് ചോദിക്കണവന് സൂപ്പ് ഉണ്ടാക്കാൻ അറിയണം, അല്ലാത്തോ മിണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ പോളിസി. ചീരയെങ്കിൽ ചീര, എന്തെങ്കിലും ആവട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ കീര ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അമ്മച്ചി, നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കുന്നുണ്ട്. താറാവ് കീര കഴിച്ചു കഴിഞ്ഞു. അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മച്ചി വന്ന് തന്നെ എല്ലാം പറഞ്ഞു തരണം. വരുമോ അമ്മച്ചി? ഞാൻ വരുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിതാ വരുന്നു. നീ ഒരുപാട് ചിന്തിക്കണ്ട. വളരെ നന്ദി. നന്ദി. ഇവരോ ചിന്തിക്കില്ല, ചിന്തിക്കുന്നവരോട്ട് ചിന്തിക്കാൻ വിടുകയുമില്ല. നല്ല വീലത്തി. ഹലോ ഹലോ. ഓ, നീ എന്തിനാ ഫോൺ എടുത്തത്? ഞാൻ നിന്നെ അല്ലേ വിളിച്ചത്. വെക്കടാ. ആരവിടെ? അവിടെ ആരും ഇല്ല, പിന്നെ എന്തിനാ വിളിച്ച് ചോദിക്കുന്നത്? സപ്ലയർ ബിസി ആയിരിക്കും. വരുമ്പോ ചോദിക്കും, ധൃതിപ്പെടാതെ. ഇത്ര വലിയ മണിയടിച്ചിട്ട് അയാൾ കേട്ടില്ലെങ്കിൽ അയാളെ ചെവി ഡാമേജ് ആയിരിക്കും. നല്ലൊരു പൊട്ടനുമായിരിക്കും. അയ്യോ, എല്ലാം പോയി. ഇവിടെ ആരോ വന്നിരിക്കുന്നു. ഇവിടെ ആരോ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കിച്ചണിനകത്ത് ആരോ കയറിയിരിക്കുന്നു. പാവ, ഇവരാണെങ്കിൽ വിഷം തിരിക്കുകയാ. അയ്യോ, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ എന്താ കഴിക്കുന്നത്? നിങ്ങൾക്ക് ആര് എന്താ തന്നത്? എനിക്ക് ആര് തന്നു എന്നുള്ളതല്ല വിഷയം, എനിക്ക് എന്ത് തന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിതൊരു വിശപ്പ് മാറിയിട്ടില്ല. ഭയങ്കര വിശപ്പ്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അകത്ത് പോയി കഴിച്ചോളാം. കാരണം ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ, അയാൾ ആഹാരം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അല്ല, നിങ്ങൾ ആഹാരം ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ കയറി ഇരിക്കുകയാണോ? ആരാ നിങ്ങളെ കെട്ടിയിട്ടത്? അതുകൊണ്ടാണ് നിങ്ങൾ ആഹാരം ഉണ്ടാക്കാത്തത്. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അല്ല, നിങ്ങൾ ആരായി കെട്ടിയിട്ടത്? കുറച്ചു മുൻപ് ഫാൽക്കൻ ഇവിടെ വന്ന് എന്നെ കെട്ടിയിട്ടിട്ട് പുറത്തേക്ക് പോയി. അതിരിക്കട്ടെ, ആ ഗ്യാപ്പിൽ താറാവിന് എന്തോ കഴിക്കാൻ കൊടുത്തിരിക്കുന്നു. അവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാന്ന്. ആ ഇല അല്പം കഴിച്ചാൽ തന്നെ വിശപ്പ് താങ്ങാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ പിന്നെ മുഴുവനും കഴിച്ചാലോ? ഓ, ഇനി ഈ താറാവിന് മറുമരുന്ന് കൊടുത്താലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. അതുവരെ അവളുടെ വിശപ്പിന് ആഹാരം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അയ്യോ, ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞ് നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുമെന്തോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ പൊരിച്ചു കളയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചെവിയാ, നീ വെറുതെ പേടിക്കാതെ. അല്ലേ ജോളി? ഇവിടെയുണ്ട്. അതിനുള്ള പരിഹാരം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദാ വായിച്ചു നോക്ക്. ഇതിൽ മറുമരുന്നിനെ കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്തോളൂ. തെറ്റ് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഒറ്റമൂലി കൊണ്ടുവന്ന് കൊടുക്കുന്നത് വരെ അവൾക്ക് വിശപ്പ് അധികമായിരിക്കും. നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആപത്താണെന്ന് പറയൂ. ഞാൻ ഉള്ളപ്പോ സിനി ആരെ ഒന്നും ചെയ്യില്ല. കാരണം അവക്ക് എന്നെ പേടിയാ. ദേഷ്യം കുറച്ച് കൂടുതലായി പോയി സിനി. ഇതിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ വഴി പോയാലാണ് നമുക്ക് ഒറ്റമൂലി കിട്ടുന്നത്. വരൂ. മറുമരുന്ന് തേടി പോയിരിക്കുകയാണ് ഫാൽക്കൺ. ഇതാണ് പറ്റിയ സമയം. ആ മാന്ത്രിക ബുക്ക് നമുക്ക് കൈക്കലാക്കണം. ആ മാന്ത്രിക ബുക്ക് നമ്മുടെ കയ്യിലെത്തണം. അത്രയല്ലേ ഉള്ളൂ. സൂക്ഷിക്കണം. പ്ലാൻ എങ്ങാനും പൊളിച്ചിട്ട് ഇവിടെ വന്ന് വലിച്ചു കീറി വെക്കും ഞാൻ. പോയിട്ട് വാ. ഈ ആറ്റിന്റെ അടുത്തുള്ള ഒറ്റമൂലി എടുത്തുകൊണ്ടുപോയി കൊടുത്താലേ അവർക്ക് മറുമരുന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്ങനെ എടുക്കും? ഇവിടെ ഒരുപാട് വള്ളികളും ഇലകളും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമുക്ക് താഴെ ഇറങ്ങാം. ശരിയല്ലേ മോബി? പക്ഷെ നിങ്ങൾക്ക് മേലോട്ട് വരാൻ പറ്റൂല. അതിനുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കഴിച്ചോളൂ സിനി, ഇതെല്ലാം നിനക്കുള്ളതാ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിശക്കുന്നെന്ന് പറയുമ്പോ കുറച്ച് കൂടുതൽ എടുത്തോണ്ട് വരണ്ട ചെവിയാ. ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്ക്. ഒന്നും ശരിയാവില്ല. നീ പോയ മാന്ത്രിക ബുക്ക് എടുത്തോണ്ട് വാ. ഒന്ന് പോയേച്ചി. നിങ്ങൾ പെട്ടെന്ന് മന്ത്ര ബുക്ക് എടുത്തോണ്ട് തരാൻ പറഞ്ഞാൽ ഞാൻ എവിടെ എടുത്തോണ്ട് തരാനാ? എന്റെയിലും ഇല്ല. മറുമരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ വിശപ്പ് മാറുകയുമില്ല. എന്നാൽ നിന്റെ വയറിലാണെങ്കിൽ സ്ഥലവും ഉണ്ടാകില്ല. നീ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കും. അപ്പൊ നിന്റെ സൗന്ദര്യവും പോവും. എന്റെ സൗന്ദര്യത്തിനൊന്നും ഒന്നും സംഭവിക്കില്ല. എന്നെ ടെൻഷനാക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ നിങ്ങള്? ഞാൻ പോയാൽ നീ ഒരുപാട് ദുഃഖിക്കും. അതെന്താ?
ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നീ എന്ത് വരം ചോദിച്ചാലും ഞാൻ തരും. വരം കൊടുക്കാൻ നീ ആര്? കപട സന്യാസിയാ. വെറുതെ സിനിക്ക് വരം കൊടുക്കല്ലേ, അവസാനം അനുഭവിക്കും. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഒറ്റമൂലി കൊണ്ടുവരാൻ പോയിരിക്ക. അല്ല ചെവിയാ, അല്ല അവർക്ക് എപ്പോ വരും ചെവിയാ? നീ ആ വിശ്വാസത്തിലായിരിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അവര് വരാനേ പോകുന്നില്ല. അതെങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്? അപ്പൊ നിങ്ങളാരെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും. കറക്റ്റ്. ഇതൊക്കെ ചതിയാണ്. ഇല്ല, നിന്റെ വിധി. ഒറ്റമൂലി കഴിച്ചാൽ പിന്നെ ഒരിക്കലും നീ അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കാതെ ഞാൻ പിന്നെ ഡാൻസ് ചെയ്യും. അവരങ്ങനെ പലതും പറയും സിനി. വീരവാദത്തിന്റെ ആവശ്യമില്ല. ആ മാന്ത്രിക ബുക്ക് എനിക്ക് താ, ഞാൻ പകരം മറുമരുന്ന് നിനക്ക് തരാം. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് താഴെ പോകാം. നീ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. ഞാൻ താഴെ പോയി ഒറ്റമൂലി എടുത്തോണ്ട് വരാം. താഴെ പോകുന്നത് വരെ അനങ്ങരുതേ, അനങ്ങിയാൽ ഇത് പൊട്ടിപ്പോകും. ഒറ്റമൂലി കിട്ടി മോബി. എന്നെ വേഗം നീ മുകളിലേക്ക് കൊണ്ടുപോ. അത് നടക്കില്ല. ഇനി ഒരുപക്ഷെ നിനക്ക് വിശപ്പ് വന്ന ആ ഒറ്റമൂലിയും കഴിച്ചോണ്ട് നീ അവിടെ കഴിഞ്ഞാ മതി കേട്ടാ. നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മോളെ. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? കലക്കിയില്ലേ? കൊള്ളാലോ, ഞാൻ പറഞ്ഞതുപോലെ നീ മാന്ത്രിക ബുക്ക് എടുത്തോണ്ട് വന്നല്ലോ. ദാ, എന്നാ പിടിച്ചോ. നിങ്ങൾ ഇത് എടുത്തോളൂ. എന്റെ ഫ്രണ്ട്സ് വരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. വേണ്ട സിനി, നീ അത് കൊടുക്കരുത് അവരുടെ കയ്യിൽ. ആരാത്? നീയോ? ഛേ, നീ വന്നെല്ലാം കുളവാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത്തവണയും എല്ലാം നശിച്ചു. ഒറ്റമൂലി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മറുമരുന്ന് തയ്യാറാക്കാമല്ലോ, അല്ലേ? മറുമരുന്ന് ഉണ്ടാക്കണ്ട. ആ കാക്ക തന്നെ അതിവിടെ ഉപേക്ഷിച്ചു പോയി. ദാ കണ്ടില്ലേ? ഞാനത് നിനക്ക് തന്നതിന് കാരണമുണ്ട്. അതിനുള്ളിൽ വിഷമാണ്. വേണ്ട താറാവേ, അത് കുടിക്കരുത്. അത് കുടിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു നന്മ ഉണ്ടാവില്ല. ആ മന്ത്രവാദിക്കൊക്കെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒറ്റമൂലി കഴിച്ചാലേ താറാവിന്റെ എല്ലാ അസുഖങ്ങളും മാറുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് കൊടുക്ക്, സിനിക്ക് ഭേദാവട്ടെ. ദാ, ഇതില് എന്റെ സ്പെഷ്യൽ ടച്ചൊക്കെ കൊടുക്കാം. എന്നാലേ സിനി ഞാൻ പറയുന്നത് കേട്ട് വീണ്ടും എന്നെ അടിക്കൂ. കുടി. ചെവിയൻ നടത്തുന്ന സർക്കസിന് ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതാ ചെവിയൻ നിങ്ങൾക്കായി ഭയങ്കരമായ ഒരു പെർഫോമൻസ് നടത്താൻ പോന്നു. കണ്ടാ? ശാസ്താവേ, ഞാൻ നിന്നോട് ബോറടിക്കുന്നു പറഞ്ഞു. നീ പിന്നെ എന്തിനാ ഇങ്ങനെ ബോറടിപ്പിക്കുന്നത്? എനിക്ക് ആകപ്പാടെ പേടിയാവുന്ന ജോളി. വളരെ അടുത്ത് തന്നെ നമുക്ക് ഈ ബബിള് നഷ്ടപ്പെടും. പിന്നെ എങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യും ജോളി? നമുക്കിനി ഒരുപാട് ജോലിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഇതുപോലൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. വിഷമിക്കാതെ. ഇതൊക്കെ ഒരു വലിയ കാര്യമെന്ന് വിചാരിച്ച് വെറുതെ ഫീൽ ചെയ്യാതെ. ഈ പറയുന്നതും ശരി തന്നെയാണ്. ഇപ്പോഴിതാ ആകാശത്ത് നിന്ന് അഭ്യാസം നടത്താൻ പോകുന്നു. ശാസ്താവേ, നിനക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ചിറകില്ലാത്തോണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. അയ്യോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഒന്ന് വാടെ നോയിക്കൊണ്ടിരിക്കാതെ. കയറ് പിടിച്ച് പതുക്കെ മുകളിലോട്ട് വാ. അയ്യോ, സിനി എങ്ങനെയുണ്ട്? ഞാൻ താഴെ വീഴുന്ന പോലെ കാണിച്ച് മോളിൽ കയറി വന്നത് കണ്ടാ? കണ്ടടാ, നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. അത് ആലോചിച്ച് നീ വെറുതെ വിഷമിക്കല്ലേ. നീ എന്നെ ആശ്ലേഷിക്കാൻ പോവേണോ? വേണ്ട സിനി. ശാസ്താവേ, കൂടുതലാ നിനക്ക്. നിങ്ങൾ വിഷമിക്കണ്ട. ചെവിയനെ ഞാൻ അതിനകത്ത് തള്ളിയിട്ടെങ്കിലും കയറിന്റെ ഒരറ്റം ഞാൻ അവന്റെ കാലിലും ഒരറ്റം ഞാൻ മരത്തിലും കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി അവൻ കോമഡി കീമഡി എന്നും പറഞ്ഞു വന്നാൽ ഇതായിരിക്കും അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ. എങ്ങനെയുണ്ട്? അയ്യോ, ശരി ശരി, വരൂ. കളിച്ചതൊക്കെ മതി. നമുക്ക് മുത്തന്വേഷിച്ച് പോണ ഒരുപാട് സമയമായി. എല്ലാം വേഗം വേഗം വാ. ഈ തങ്കു എവിടെ പോയിരിക്കുന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. എങ്ങനെ? ഞാനിപ്പോ സുന്ദരനല്ലേ? ഇതാണിപ്പോ പ്രധാനപ്പെട്ട വിഷയം. പെറ്റ്പാൽസ് പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ തടയണം. മുത്തവർ ഇപ്രാവശ്യം നേടാൻ പാടില്ല. അതെങ്ങനെ തടയണമെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാൻ നോക്ക്. മണ്ടത്തരം കാണിക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യല്ലേ? ശരി, ഞാൻ വ്യത്യസ്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെറ്റ്പാൽസിനെ നശിപ്പിക്കാനായിട്ട് ഞാൻ പല ദിവസം ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഇത്തവണ എന്റെ പ്ലാൻ ഞാൻ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ പോവുകയാണ്. ഓ ഓ ഓ ഇത് കള്ളം പറയുന്നവരെ കണ്ടുപിടിക്കുന്ന ശിലയാണ്. അതിന്റെ വായിൽ കൈവച്ചിട്ട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഇത് ഉടനെ കടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കള്ളം പറയുന്നവരെ പിടിക്കാൻ വേണ്ടി പണ്ട് തലനിറച്ചവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേലയാണ്. നീ വേണമെങ്കിൽ ഞാൻ വളരെ സുന്ദരിയാണെന്ന് അതിനോട് പറഞ്ഞു നോക്ക്. അത് നിന്നെ കടിക്കേയില്ല. സിനിയുടെ കാലിന് നീളം, കഴുത്തിന് നീളം, വായാണെങ്കിൽ മനുഷ്യൻ കണ്ടാ സഹിക്കില്ല. കണ്ടില്ലേ സിനി, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഇതെന്നെ കടിച്ചതേ ഇല്ല. മോബി പറഞ്ഞത് വളരെ സത്യമാണ്. മോബി പറഞ്ഞത് സത്യമൊക്കെ ഉള്ളൂ. പക്ഷെ നീ എന്തിനാ എന്നെ കുറിച്ച് കമന്റ് അടിച്ചത്? ഓ, നിങ്ങളാണോ?
ഇങ്ങോട്ട് വരൂ. ഇത്തവണ നിങ്ങൾക്ക് വളരെ കഠിനമായ ഒരു ചലഞ്ചാണ് നേരിടാനുള്ളത്. ഈ കാട്ടിലുള്ള സബീന എന്ന പെൺപുലിയെ രക്ഷിക്കണം. ഇവിടെ പുലികളെ ആക്രമിക്കുക പതിവാണ്. അതുകൊണ്ട് നിങ്ങൾ പുലിവേഷം കെട്ടണം. പുലിയുടെ വേഷം കെട്ടിയാൽ എന്നാലേ നിങ്ങളിൽ ഒരാൾക്ക് ജയിലിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ സബീനയെ രക്ഷിക്കാം. അത് മാത്രമല്ല, മന്ത്രക്കാക്കയെ തോൽപ്പിച്ച് നിങ്ങൾക്ക് ആ മുത്ത് കൈക്കലാക്കണ്ടേ? നിങ്ങളുടെ കടമ നിങ്ങൾക്ക് നിർവഹിക്കണ്ടേ? എന്തു പറയുന്നു? നിങ്ങൾ അലസത കാണിച്ചാൽ കാക്ക ജയിക്കും. ആ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ കിട്ടിപ്പോയി. നമ്മൾ ആരും കാണാതെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറണം. എങ്ങനെയോ സബീന എന്റെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു. പല രാജ്യക്കാരും അവളെ കിട്ടാനായി മത്സരിച്ച് നടന്നതാണ്. അവസാനം ഞാൻ തന്നെ ജയിച്ചു. എനിക്കിനി എതിരാളികളേയില്ല. അത് വ്യക്തമായിട്ട് അറിയാമോ? എന്താ അതിലെന്താ സംശയം? എന്താ അങ്ങനെ ചോദിച്ചത്? ഇങ്ങോട്ട് വാ. എന്താണെന്ന് വെച്ചാൽ ആ പെറ്റ് പാൽസ് ഈ നഗരത്തിനുള്ളിൽ വന്നിട്ടുണ്ട് സബീനയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി. എന്ത്? എന്നെ തോൽപ്പിച്ചവർ സബീനയെ തട്ടിക്കൊണ്ടു പോകുമോ? എന്നാൽ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം. ഈ വാശി നല്ലതാണ് ന്യൂറോ. അപ്പൊ എനിക്കിനി പെറ്റ് പാൽസിന്റെ ശല്യമേ ഇല്ല. ഉറപ്പായിട്ട് ഞാൻ തന്നെ ചെയ്യണോ സിനി? ആ കാവൽക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ഈ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ പുലിവേഷം കെട്ടി ഈ നഗരത്തിനുള്ളിൽ ചുറ്റ്. നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടെ സിനി. പുലി പോലെ അലറടാ. മ്യാവ്, മ്യാവ്. എടാ, പൂച്ചയെ പോലെ വിളിക്കാതെ പുലിയെ പോലെ ഉറച്ച അലറ്. അയ്യോ, എന്നെ പുലി ആക്രമിക്കുന്നു. ആരെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തൂ. കാവൽക്കാരാ, വാ. ആ കാവൽക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു പുലിയുടെ ശബ്ദം കേൾക്കുന്നു. നമുക്കതിനെ പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയാൽ മതിയോ? വാ, നമുക്ക് പെട്ടെന്ന് ഓടാം. താറാവേ, പുലി എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുലിയുടെ നിറം വെള്ളയാണോ ചേട്ടാ? അവന്റെ പുറത്ത് കറുത്ത വരയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സീബ്ര. നമ്മൾ അന്വേഷിക്കുന്നത് പുലിയാണ്. ഇതറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് കേട്ടാ. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും. ഓറഞ്ച് കളറില് ശരീരത്തിൽ കറുത്ത പുള്ളിയുള്ളത് അതല്ലേ പുലി? അതെ, അത് തന്നെ. ആ പുലി എങ്ങോട്ടാ പോയത്? ഇങ്ങോട്ട് പോണ പോലെയാ തോന്നിയത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോ ഇങ്ങോട്ട് പോയതുപോലെ തോന്നി. എനിക്കാകെ ഡൗട്ടായിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ. വരൂ വാ. നമുക്ക് എല്ലാവർക്കും ആ പടി ഇറങ്ങിപ്പോവാം. അവിടെയാണ് കാവൽക്കാർ കുറവുള്ളത്. നീ വിഷമിക്കേ വേണ്ട. ചെവിയൻ ആ കാവൽക്കാർക്ക് പിടികൊടുക്കേയില്ല. അവൻ മുയലല്ലേ, വേഗം ഓടി രക്ഷപ്പെട്ടോളും. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പതുക്കെ ഓടുന്ന പുലി ഇത് തന്നെയാണ്. അണ്ണാ, ഞാൻ പുലിയല്ലെന്ന മുയലാണ്. ആരെ പറ്റിക്കാനാ നീ നോക്കുന്നത്? കുറച്ചു നേരം മിണ്ടാതിരിക്കെ. ഇതിനെ നമുക്ക് പുലിയുള്ള ഗുഹയിൽ കൊണ്ടുപോയി തള്ളാം. ഇത് പുലിയാണെങ്കിൽ അവരൊക്കെ ഫ്രണ്ട്സ് ആയിക്കൊള്ളും. മുയലാണെങ്കിൽ പുലികളുടെ വിശപ്പകറ്റാൻ അത് ഇരയായി തീരും. അണ്ണാ, സത്യമായിട്ട് ഞാൻ പുലിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. എന്നെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? സബീന, ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണ്. നിന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാ വന്നത്. വലിയ സന്തോഷം. നമ്മുടെ സൈനികർ ഏതോ പുലിയെ പിടിച്ചു എന്ന് പറയുന്നു. എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്തായാലും വരാൻ പറയൂ. ആ പുലി ഇവിടെ കൊണ്ടുവരൂ. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്കൊന്ന് കാണണം. സംശയമേ ഇല്ല. ഈ വന്നിരിക്കുന്നത് ആ മുയലാണ്. കോസ്റ്റ്യൂമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആളെ മനസ്സിലാക്കാൻ പറ്റി. ഇവനെ പിടിച്ചടച്ചിടുകയാണെങ്കിൽ അവന്മാരെല്ലാം ഇവിടെ എത്തും. മഹാരാജൻ ഇവനെ വിട്ടുകളയരുത് കേട്ടോ. നമ്മുടെ പുലികളെ തുറന്നുവിടൂ. ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അയ്യോ, ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. നീ പുലിയാ? പുലി എന്ന് പറഞ്ഞ് നീ വെറുതെ ഞങ്ങൾ അവമാനിക്കാതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു പുലിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കാൻ ഒരുക്കം